കൊച്ചി നഗരത്തിനായി പ്രഖ്യാപിച്ച കുടിവെള്ള പദ്ധതി അട്ടിമറിച്ച സംസ്ഥാന സർക്കാരാണ്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിലെ അതിസാര ബാധയുടെ യഥാർത്ഥ ഉത്തരവാദികളെന്ന ആക്ഷേപം. 190 MLD കുടിവെള്ള പദ്ധതിയായിരുന്നു കൊച്ചി നഗരത്തിനായി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിനായി പെരിയാറിൽ നിന്നും 190 MLD വെള്ളം ശേഖരിച്ചാൽ കിൻഫ്രയിലേക്ക് 40 MLD ജലമെത്തിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ട് പദ്ധതി അട്ടിമറിച്ചതായാണ് ആക്ഷേപം. മഴക്കാലത്ത് പോലും കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് 190 MLD കുടിവെള്ള പദ്ധതി പിണറായി സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് പദ്ധതി സർക്കാർ തന്നെ അട്ടിമറിക്കുകയായിരുന്നു. ഇതേസമയം വ്യവസായ സംരംഭമായ കിൻഫ്രയിലേക്ക് വെള്ളമെത്തിക്കാനാണ് മന്ത്രി P. രാജീവ് അടക്കം വ്യഗ്രത കാട്ടുന്നതെന്നാണ് ആക്ഷേപം. കാക്കനാട് ഭാഗത്ത് 4 ദിവസത്തിലൊരിക്കലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ തന്നെ പലർക്കും ടൈലൻഡിൽ വെള്ളം കിട്ടുന്നില്ല. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് കോർപ്പറേഷനിൽ. പല സ്ഥലത്തും ടാങ്കറിൽ വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇനി അത് പറ്റുകയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. പ്രൈമറി നെസസിറ്റിയാണ് ഒരു ഗവൺമെന്റിന് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അത് സെർവ് ചെയ്യാതെ ഇവർ മുന്നോട്ട് പോകാനായിട്ട് ഏത് മന്ത്രി വിചാരിച്ചാലും അത് നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 190 MLD വെള്ളം പദ്ധതിക്കായി മാറ്റിയാൽ കിൻഫ്രയ്ക്കായി 40 MLD വെള്ളം വേനൽക്കാലത്ത് പെരിയാറിൽ നിന്നും ശേഖരിക്കാനാകില്ല. എന്നാൽ കിൻഫ്രയ്ക്ക് ആവശ്യമുള്ള ജലം അനുവദിച്ചു കഴിഞ്ഞാൽ അത് ലഭ്യമാക്കിയ ശേഷമേ കൊച്ചി നഗരത്തിനായുള്ള പദ്ധതിക്ക് ജലം ശേഖരിക്കാനാകൂ. രണ്ടിടത്തേക്കും വേണ്ട വെള്ളം പെരിയാറിൽ നിന്ന് ശേഖരിക്കാനാകുമെന്ന് ചിലർ ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുന്നതായും ആക്ഷേപമുണ്ട്. ഇതേസമയം കുട്ടമ്പുഴയാറിൽ നിന്നും കിൻഫ്രയ്ക്ക് വെള്ളം ശേഖരിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും വെള്ളം മലിനമെന്ന ന്യായമാണ് സർക്കാർ നിരത്തുന്നത്. ഇതേസമയം അതിസാരം പടർന്നു പിടിച്ച DLF ഫ്ളാറ്റിൽ ജല അതോറിറ്റി 25,000 ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും നൽകുന്നത്. 6,000-ഓളം പേർ താമസിക്കുന്ന ഇവിടെ 4.25 ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ആവശ്യമായി വരുന്നത്. കേരളയുടെ നമുക്ക് 25,000 ലിറ്റേഴ്സാണ് അവർ തരുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ ആവറേജ് കൺസംഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 4.25 ലക്ഷം ലിറ്ററാണ്. ഒരുപാട് തവണ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും പല ആൾക്കാരെയും കണ്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വേതനങ്ങളും പരാതികളും കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അത് നമുക്കിപ്പോൾ ഒരു പൈപ്പ് തന്നിട്ടുണ്ട്. 2 ഇഞ്ച് പൈപ്പാണെന്നാണ് അവർ പറയുന്നത്. സോ നോർമലി മറ്റ് വീടുകളിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും വലിയ പൈപ്പ്. സോ അതിൽ കൊണ്ട് നമുക്ക് 25,000 ലിറ്റർ കിട്ടും. ബട്ട് 25,000 ലിറ്റർ 5,000-6,000 പേര് താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒന്നും ആവത്തില്ല. അറ്റ്ലീസ്റ്റ് കുടിവെള്ളത്തിന് പോലും തികയത്തില്ല. അത് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് മുന്നിൽ കണ്ണടയ്ക്കുന്ന സർക്കാർ നയമാണ് പകർച്ചവ്യാധിക്കും കാരണമെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.